ഞങ്ങൾ ഒരു മൃഗശാല കാണാൻ പോവുകയാണ്. ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ കുട്ടിയുണ്ട്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയുമുണ്ട്. കാനഡയിൽ ഫ്രഞ്ച് സംസാരിക്കുന്ന ഒരു പ്രവിശ്യയുണ്ട്. ക്യൂബക്ക് എന്നാണ് ആ പ്രദേശത്തിൻ്റെ പേര്. എൻ്റെ ഈ സുഹൃത്ത് അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ കാനഡയിൽ പെർമനൻറ്റ് റെസിഡൻസി കിട്ടാത്തതുകൊണ്ട് കേരളത്തിലേക്ക് മടങ്ങുകയാണ് ഇദ്ദേഹം. വിസ എക്സ്പയർ ആകുന്നതിന് മുമ്പ് കാനഡയിൽ നിന്നും പുറത്തു പോകണം. അതിനു മുമ്പ് അവൻ്റെ സുഹൃത്തുക്കളെയെല്ലാം ഒന്ന് ചെന്ന് കണ്ട് ബൈ പറയാം എന്ന രീതിയിൽ എല്ലാവരെയും സന്ദർശിക്കുകയാണ്. അങ്ങനെ എൻ്റെ അടുത്തേക്കും അവൻ വരികയാണ്. ഒരു വീക്കെൻഡ് ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഏതായാലും നീ പോവല്ലേ, അതിനു മുമ്പ് നമുക്കൊരു ചെറിയ യാത്രയ്ക്ക് പോകാം. ഇവിടെ അടുത്ത് ഒരു ചെറിയ മൃഗശാലയുണ്ട്. ഞങ്ങൾ കുറേ കാലങ്ങളായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. കുശലങ്ങളൊക്കെ പറഞ്ഞ് യാത്രയാകുകയാണ്. ഇരുവശത്തും നോക്കത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഭൂമിയാണ്. കുറേ നേരം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഈ മൃഗശാലയിൽ എത്തുകയാണ്. ഞാൻ കാറിൽ നിന്നും പുറത്തിറങ്ങി കുട്ടിയെ കാർ സീറ്റിൽ നിന്നും എടുത്ത് പുറത്തു നിർത്തി. ഭാര്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. എൻ്റെ ഈ സുഹൃത്തിൻ്റെ ഭാര്യയുണ്ട്. വളരെ സന്തോഷത്തോടെ ഞങ്ങൾ മൃഗശാലയ്ക്കുള്ളിലേക്ക് നടന്ന് നീങ്ങുകയാണ്. ഒരാൾക്ക് $20 ഫീസ്. വളരെ കുറഞ്ഞ ഫീസാണ്. വളരെ കുറച്ച് മൃഗങ്ങൾ മാത്രമുള്ള ഒരു മൃഗശാലയാണ്. കൂടുതലും ഈ പൂച്ചവർഗത്തിൽപ്പെട്ട മൃഗങ്ങളാണ്. പുലി, കടുവ, സിംഹം, കരിമ്പുലി അങ്ങനെയുള്ള മൃഗങ്ങളാണ്. അകത്തേക്ക് നടന്നു ചെല്ലുമ്പോൾ ഇടതു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ആടുകളെയാണ്. ഈ ആടുകൾക്ക് നമുക്ക് തീറ്റ കൊടുക്കാം. $5-6 ഒരു പാക്കറ്റ് പെല്ലറ്റ് കിട്ടും. ഈ പെല്ലറ്റ് കയ്യിൽ വെച്ച് നമുക്ക് ആടുകൾക്ക് കൊടുക്കാം. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മാറുമ്പോഴാണ് നമ്മൾ കാടിൻ്റെ രാജാവിനെ കാണുന്നത്. അതിഗംഭീരമായ കാഴ്ചയാണ്. വെള്ള നിറമുള്ള 2 സിംഹങ്ങൾ, ഒരു പെൺസിംഹമുണ്ട്, ഒരു ആൺസിംഹമുണ്ട്. അവരിങ്ങനെ പാറപ്പുറത്ത് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. അവിടെ ചെല്ലുന്നു, ഈ കാഴ്ചകളൊക്കെ കാണുന്നു. ഞങ്ങൾ ഈ മൃഗശാലയിൽ എത്തിച്ചേരുന്നത് ഏകദേശം 12:30 കൂടിയാണ്. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഒരുപാട് മൃഗശാലകൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ ചെല്ലുന്ന സമയം ഒന്നെങ്കിൽ ഉച്ച കഴിഞ്ഞായിരിക്കും, അല്ലെങ്കിൽ കുറച്ചേറെ നേരത്തെ ആയിരിക്കും. ആ സമയത്തൊക്കെ ചൂടാണെങ്കിൽ ഈ മൃഗങ്ങൾ പുറത്തേക്ക് വരില്ല. ഇവർക്ക് വിശ്രമിക്കാനായി ഒരു ചെറിയ കോൺക്രീറ്റ് വീടുണ്ട് ഇതിനകത്ത്. അതിൻ്റെ മുകളിൽ പച്ചപ്പൊക്കെ ഉണ്ട്, ചെടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അധികം വെയിലടിക്കില്ല. അവിടെയായിരിക്കും താരതമ്യേന തണുപ്പുള്ളത്. അതുകൊണ്ട് ഇതുങ്ങൾ ഈ കൂട്ടിൽ നിന്നും പുറത്തേക്ക് വരില്ല. അതുകൊണ്ട് നമുക്ക് പലപ്പോഴും ഈ മൃഗങ്ങളെ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നമുക്ക് തീറ്റ കൊടുക്കുന്ന സമയത്ത് അവിടെ ചെല്ലുകയാണെങ്കിൽ ഇവറ്റകളെ നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ ആ സമയത്ത് വന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് മൈക്കിലൂടെ അനൗൺസ്മെൻറ്റ് വരികയാണ്. 1:30 സിംഹത്തിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങളെല്ലാവരും ഈ കൂടിന് ചുറ്റും കാഴ്ചകൾ കാണാനായി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് അക്ഷമരായി സിംഹങ്ങൾ കൂടിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇവർക്ക് എങ്ങനെയോ മനസ്സിലായി ഇവർക്ക് ഭക്ഷണം ഇപ്പോൾ തന്നെ കിട്ടുമെന്ന്. അവരുടെ ഇൻറ്റേർണൽ ബോഡി ക്ലോക്കായിരിക്കാം. ഈ മനുഷ്യരെല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നത് കണ്ടിട്ടായിരിക്കാം. എങ്ങനെയോ അവർക്കറിയാം അവർക്ക് ഭക്ഷണം ഉടൻ കിട്ടുമെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പുറകിൽ നിന്ന് ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. അവൾ ഒരു താക്കോലൊക്കെ എടുത്ത് ഒരു ലോക്ക് തുറക്കുന്നു. 2 ഗേറ്റ് ഉണ്ട്. ഒരു ഗേറ്റ് ഈ ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്താണ്. അത് കഴിഞ്ഞ് ഒരു 6-7 അടി വീതിയിൽ ഇങ്ങനെ പുല്ല് വിരിച്ചിരിക്കുകയാണ്. അവിടെ ഒരു ഇടതാഴി പോലെ ഈ കൂടിന് ചുറ്റും സ്ഥലമുണ്ട്. അതുവഴിയാണ് ഈ കെയർ ടേക്കേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. ഈ കൂടിൻ്റെ പല ഭാഗത്തും ചെറിയ വട്ടത്തിൽ ജനാലകളുണ്ട്. ആ ജനാലകളിലൂടെയാണ് ഇതുങ്ങൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ജനാലയുടെ അരികിലേക്ക് ഈ പെൺകുട്ടി നടന്നു വരികയാണ്. ഈ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു പാത്രമുണ്ട്. അതുപോലെ തന്നെ ഈ തീറ്റ ഇങ്ങനെ എടുത്ത് അകത്തേക്ക് കൊടുക്കാനായി ഒരു ചെറിയ വടിയുണ്ട്. അങ്ങനെ ഈ പെൺകുട്ടി എല്ലാവരെയും ഒന്ന് അഭിസംബോധന ചെയ്തു. എൻ്റെ പേര് ഇതാണ്, ഞാൻ സിംഹത്തിന് തീറ്റ കൊടുക്കാൻ പോവുകയാണ്, ഈ സിംഹത്തിൻ്റെ പേര് ഇതാണ്, ഇവർ ഇന്ന ദേശത്ത് നിന്ന് വന്നതാണ്. അതിനുശേഷം ഇവൾ തീറ്റ കൊടുക്കാനായി തുടങ്ങിയാണ്. ആ സമയത്ത് പുറകിൽ നിന്ന് ഒരാൾ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ എന്ത് തീറ്റയാണ് സിംഹത്തിന് കൊടുക്കാൻ പോകുന്നത്? അവൾ പറയുകയാണ്, ഞങ്ങൾ കോഴിയിറച്ചിയാണ് സിംഹത്തിന് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചിരിച്ചു. ഉടനെ ആ പെൺകുട്ടി ചിരിച്ചുകൊണ്ട് പറയുകയാണ്, കാനഡയിൽ ഇറച്ചിക്ക് വളരെ വലിയ വിലയാണ്. പ്രത്യേകിച്ച് പോത്തിറച്ചിക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ്. അത് കേട്ടപ്പോഴും പലരും ചിരിച്ചു. എൻ്റെ മനസ്സിൽ ചിന്ത ചെയ്തായിരുന്നു, സിംഹത്തിൻ്റെ ഒരു ഗതികേടെ. അതിൻ്റെ സ്വന്തം ആവാസ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള അവസരം അതിനുണ്ടായിരുന്നെങ്കിൽ ഈ ഗതികേട് അതിന് വരില്ലായിരുന്നു. അതിന് ഇഷ്ടമുള്ളത് കഴിക്കാം. വല്ല മാനിനെയോ വല്ല സീബ്രയോ വല്ല ജിറാഫിനെയോ ഇതിനെയൊക്കെ കൊന്നു തിന്നാം. അതിനൊന്നും പണം മുടക്കേണ്ട. മനുഷ്യൻ എന്തൊക്കെയാണ് ഈ ലോകത്ത് കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നതെന്നോർത്ത് ഞാനിങ്ങനെ സ്വയം ചിരിക്കുകയാണ്. അതിനുശേഷം ഞങ്ങൾ പോകുന്നത്
കടുവയുടെ അടുത്തേക്കാണ്. ഈ കടുവകളും കൂടിനകത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അക്ഷമരായി ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ നടക്കുകയാണ്. ഈ പെൺകുട്ടി അടുത്തേക്ക് വരുന്നു, കടുവകൾക്കും തീറ്റയിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് നിൽക്കുന്നതിനിടയിൽ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ സുഹൃത്തിനെ കാണുന്നില്ല. ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന വ്യക്തിയാണ്, പെട്ടെന്ന് അവനെ കാണുന്നില്ല. ഞാൻ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും പുറത്തിറങ്ങി കുറച്ചങ്ങോട്ട് നടന്ന് നീങ്ങി ഇവനെ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് ഒരു മരത്തിൻ്റെ കീഴിൽ നിന്ന് ഇവൻ ഫോൺ വിളിക്കുകയാണ്. എന്തോ കാര്യമായി വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു. അതിനുശേഷം എൻ്റെ അടുത്തേക്ക് നടന്നു വരികയാണ്. അപ്പോഴും അവൻ്റെ മുഖത്ത് ഒരു സങ്കടമുണ്ട്. ആ സങ്കടത്തോടെ അവൻ പറയുകയാണ്, ഞാനൊരു ഇമിഗ്രേഷൻ ലോയറിനെയാണ് വിളിച്ചത്. അദ്ദേഹം പറയുന്നത് എനിക്കിവിടെ നിൽക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തരാം, ഒരു $20,000 അദ്ദേഹത്തിന് കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വിസ പുതുക്കാനുള്ള ചില മാർഗ്ഗങ്ങൾ അദ്ദേഹം ഉപദേശിക്കും. നമുക്ക് ആ രീതിയിൽ വിസ പുതുക്കാൻ ശ്രമിക്കാം. പക്ഷേ ആദ്യം ഒരു $10,000 കൊടുക്കണം, വിസ ആപ്ലിക്കേഷൻ സമർപ്പിക്കണം. ഇനി വിസ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സർവീസ് ഫീസായിട്ട് $5,000 അവരെടുക്കും. ബാക്കി $5,000 അവരെ തിരിച്ചു തരും. പക്ഷേ ഇതൊരു റിസ്കി പരിപാടിയാണ്. ഇത്തരത്തിൽ വിസ പുതുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ചോദിച്ചു, നിനക്ക് അടുത്ത ആഴ്ച കയറി പോകണ്ടേ, ഇനി സമയമുണ്ടോ? അപ്പോൾ അവൻ പറയുകയാണ്, ലോയർ പറഞ്ഞു നമുക്ക് വിസ എക്സ്റ്റൻഷൻ കൊടുക്കാം. അതായത് നമ്മൾ മറ്റൊരു വിസയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിലവിലുള്ള വിസ കാലാവധിക്ക് ഒരു ചെറിയ എക്സ്റ്റൻഷൻ കിട്ടും. 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസമൊക്കെ ആയിരിക്കും ആ എക്സ്റ്റൻഷൻ. ആ കാലാവധിക്കുള്ളിൽ മറ്റേ ആപ്ലിക്കേഷൻ്റെ റിസൾട്ട് വരും. അത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ തിരികെ പോകണം. ഉടനെ ഞാൻ പറഞ്ഞു, എടാ അത് വേണോ? ഇപ്പോൾ തന്നെ നീ ഒരുപാട് പണം കാനഡയിൽ മുടക്കി. ഇങ്ങോട്ടേക്ക് പഠിക്കാൻ വരണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം, ഇവിടെ ജീവിത ചെലവ്, അങ്ങനെ ഒരുപാട് പണം മുടക്കി. മാത്രമല്ല വിസ പുതുക്കിയാലും 2 വർഷം കഴിയുമ്പോൾ PR കിട്ടുമോ എന്നുള്ളതിൽ യാതൊരു ഉറപ്പുമില്ല. കാരണം കാനഡയിലെ നിലവിലെ PR നിയമങ്ങൾ അത്രമാത്രം കഠിനമാണ്. ഉടനെ അവനത് കേട്ടിട്ട് തലകുലുക്കി വിഷമിച്ച് അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് കാഴ്ചകൾ കാണാം, തിരികെ പോകുന്ന സമയത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാഴ്ചകൾ കാണാനായി മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരു 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം തിരികെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയാണ്. ആ യാത്രയിൽ വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ അവനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് ഞാൻ പറയുന്നുണ്ട്, നിനക്ക് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് അറിവുള്ളതല്ലേ? ഈ രാജ്യം പതിയെ താഴേക്ക് പോവുകയാണ്. അവൻ പറയുന്നു, എനിക്കതൊക്കെ അറിയാം, എനിക്ക് തിരികെ പോകാൻ ചെറിയൊരു ആഗ്രഹവുമുണ്ട്, എനിക്ക് എൻ്റെ സ്വന്തം നാട്ടിൽ ജീവിക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. പക്ഷേ തിരികെ പോകാൻ എനിക്ക് മനസ്സില്ലാത്തത് എൻ്റെ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ കൊണ്ടാണ്, എൻ്റെ കടബാധ്യതകൾ കൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവനും കടബാധ്യതകളിൽ പെട്ടിരിക്കുകയാണ്. എൻ്റെ ഈ സുഹൃത്ത് കാനഡയിലേക്ക് വരുന്നത് പഠിക്കാനായിട്ടാണ്. പഠനം പൂർത്തിയാക്കുന്നു, അതിനുശേഷം ജോലി കിട്ടുന്നു, അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇവന് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ഒരു അനിയത്തിയുണ്ട്. അനിയത്തിയുടെ വിവാഹമൊക്കെ നടത്തി കൊടുക്കുന്നത് ഇവനാണ്. ഒരുപാട് പണം അതിനുവേണ്ടി ചിലവാക്കുന്നുണ്ട്. അതിനുശേഷം ഇവർ താമസിക്കുന്ന വീട് വിൽക്കണമെന്ന് അച്ഛനും അമ്മയ്ക്കും ഒരേ നിർബന്ധമാണ്. ഇവർ ജീവിക്കുന്നത് ഒരു ഹൈവേയുടെ അരികിലായിട്ടാണ്. 8 സെൻറ്റ് സ്ഥലത്ത് ഒരു വലിയ വീടാണ്. അപ്പോൾ ആ വീട് ഇവർക്ക് വിൽക്കണം. കാരണം ഈ ഹൈവേയുടെ അടുത്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ദുർഘടം പിടിച്ച പരിപാടിയാണ്. നമ്മുടെ നാട്ടിലെ ചില രീതികൾ കാണുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ലോകത്തൊരിടത്തും തന്നെ ഈ ഹൈവേയുടെ തൊട്ട് കീഴിലൊന്നും ആരും വീട് വയ്ക്കാറില്ല. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ ഹൈവേയുടെ അരികിൽ പൊന്നും വില കൊടുത്ത് സ്ഥലം വാങ്ങി അവിടെ വലിയ മാളികകൾ പണിയുന്ന വ്യക്തികളുണ്ട്. ഈ ഹൈവേകളിലൂടെ വാഹനങ്ങൾ അതിവേഗം പോകുമ്പോൾ ഈ വാഹനങ്ങളുടെ ടയറുകളിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് പോലുള്ള വിഷപദാർത്ഥങ്ങൾ അന്തരീക്ഷത്തിൽ കലരും. അതുമാത്രമല്ല, ഈ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന കറുത്ത പുകയും പൊടിപടലങ്ങളും ഈ മൈക്രോ പ്ലാസ്റ്റിക്കുമെല്ലാം നമ്മുടെ ശരീരത്തിലെത്തിയാൽ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും. ഇത് പലർക്കും അറിയില്ല. അങ്ങനെ അവർ ഈ ഹൈവേയുടെ അരികിലുള്ള ഇവരുടെ സ്ഥലവും വീടും വിൽക്കാൻ പോവുകയാണ്. ഒരു വളവിനോട് ചേർന്നാണ്, അതുകൊണ്ട് തന്നെ ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ഒരു സ്ഥലമൊന്നും അല്ലാതെ. അവിടെ ഒരു കടമുറി പണിഞ്ഞിട്ടാൽ തന്നെ പാർക്കിങ്ങിന് സൗകര്യമില്ല. അങ്ങനെ അത്യാവശ്യം വിലയ്ക്ക് ഇവർ ഈ സ്ഥലവും വീടും വിൽക്കുകയാണ്. അതിനുശേഷം ഉള്ളിലുള്ള ഇവർക്ക് ഹൈവേയുടെ കീഴിൽ ജീവിച്ച് മതിയായി, ഇനിയും പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിലും കാണും ഒരു ചെറിയ വീടും സ്ഥലവും മേടിക്കാമെന്ന് വീട്ടുകാർ പറയുകയാണ്. പക്ഷേ ഇവൻ പറയുന്നത്, എനിക്ക് വീടും സ്ഥലവും വേണ്ട, തൽക്കാലം നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുക, നമുക്ക് ഈ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഒരു 2 ഏക്കർ സ്ഥലം വാങ്ങാം, ആ സ്ഥലത്ത് നമുക്ക് എന്തെങ്കിലും ആദായമുള്ള കൃഷി നടത്താം. ഇപ്പോൾ റബ്ബറിനൊക്കെ നല്ല വിലയാണ്, അല്ലെങ്കിൽ ജാതിയോ കുരുമുളകോ അങ്ങനെയുള്ള കൃഷി നടത്താം. അപ്പം നമുക്ക്
ആദായം കിട്ടും. അങ്ങനെ ഒരു 2 വർഷം നമുക്ക് ചെയ്തു നോക്കാം. അതിനുശേഷം നമുക്കൊരു ചെറിയ വീട് അവിടെ വയ്ക്കാം. ഇവരുടെ അച്ഛനും അമ്മയും ഈ കാര്യം സമ്മതിക്കുന്നേയില്ല. ഇവന് ആകുന്നത്ര പറഞ്ഞു നോക്കി, ഒരു കുലുക്കവുമില്ല വീട്ടുകാർക്ക്. കാരണം വീട്ടുകാരുടെ മുന്നിൽ വീട് വേണം. വാടകയ്ക്ക് താമസിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരൊക്കെ അവരെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ഈ അച്ഛനും അമ്മയ്ക്കും ആ വീട്ടുകാർക്കും. അങ്ങനെ ഈ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇവന് പഞ്ചായത്ത് റോഡിൻ്റെ സൈഡിൽ ഒരു വലിയ യമണ്ടൻ വീടും ഒരു 20 സെൻറ്റ് സ്ഥലവും വാങ്ങാൻ തീരുമാനിക്കുകയാണ്. ഏകദേശം 85 ലക്ഷം രൂപയാണ് ആ വീടിനും സ്ഥലത്തിനൂടെ. നല്ല വലിയ വീടാണ്. ഈ പഞ്ചായത്ത് റോഡാണെങ്കിലും അത്യാവശ്യം വീതിയുള്ള ഹൈവേയുടെ അവിടെ നിന്ന് കുറച്ചകത്തേക്ക് പോയാൽ മതി. റോഡ് ആക്സസ് ഒക്കെ ഉണ്ട്. നല്ല വലിയ വിലയാണ്. ഇവൻ പറയുന്നു, ഇത്രയും വലിയ വിലയുള്ള വീട് നമ്മൾ മേടിക്കണോ? കാരണം നമുക്കിതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇതൊരു ഡെഡ് അസറ്റായിട്ട് അവിടെ കിടക്കത്തേ ഉള്ളൂ. പക്ഷേ വീട്ടുകാർ ഇമോഷണലായിട്ടാണ് ചിന്തിക്കുന്നത്. അവർക്ക് നാട്ടുകാരുടെ മുന്നിൽ വില വേണം. അവർ കാണുമ്പോൾ കണ്ണുമിഴിക്കണം. അങ്ങനെയുള്ളൊരു വീട് വേണം നമുക്ക് വാങ്ങാനായിട്ട്. അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പെങ്ങളുടെയും നിർബന്ധത്തെ തുടർന്ന് ഇവൻ ഈ വീട് വാങ്ങാൻ തയ്യാറാകുകയാണ്. 20 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ വീട് തന്നെയുണ്ട് ആ 20 സെൻറ്റ് സ്ഥലത്തിൻ്റെ 3/4 ഭാഗവും. പിന്നെ ബാക്കിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അവിടെ കൃഷി ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഈ വീട് ഇവരുടെ വീടിനടുത്തുള്ള ഒരു കോൺട്രാക്ടറാണ് പണിഞ്ഞിരിക്കുന്നത്. ഈ കോൺട്രാക്ടറെ ഇവൻ്റെ പിതാവിന് വളരെ വലിയ വിശ്വാസമാണ്. വീട്ടുകാർക്ക് ഈ വീട് കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. അവർക്ക് അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും അറിവില്ല. അവരുടെ മുന്നിൽ ഒറ്റ ആവശ്യമേ ഉള്ളൂ, നാട്ടുകാർ കണ്ടാൽ കണ്ണുമഴിക്കണം. അതിനുള്ള വീടുണ്ടിത് എന്ന് പറഞ്ഞ് അവർ ആ വീട് വാങ്ങിയാണ്. അങ്ങനെ ഏതോ പ്രൈവറ്റ് ബാങ്കിൽ നിന്നും വലിയ പലിശയ്ക്ക് ലോൺ എടുത്ത് ഈ വീട് വാങ്ങിയാണ്. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോവുകയാണ്. ഏകദേശം 55,000 രൂപ EMI അടയ്ക്കണം. ഈ അടയ്ക്കുന്ന EMIയിൽ ഏകദേശം ഭൂരിഭാഗവും പലിശയാണ്. ഏതാണ്ട് 7,000-8,000 രൂപയാണ് ലോണിൻ്റെ മുതലിലേക്ക് പോകുന്നത്. നിങ്ങൾ ചില കോൺട്രാക്ടേഴ്സ് പണിയുന്ന വീടുകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ആ വീടിന് ഒരു യൂട്ടിലിറ്റിയും ഉണ്ടാവില്ല. ചുമ്മാ കട്ടക്കളത്തിൽ കട്ടയെടുക്കുന്നത് പോലെ മുറികൾ ഇങ്ങനെ പണിഞ്ഞു കൂട്ടിയിടും. അതിനൊന്നും ഒരു ഉപയോഗവും കാണില്ല. ഒരുപാട് ഡെഡ് സ്പേസ് ആ വീട്ടിൽ കാണും. അതുകൊണ്ട് തന്നെ ഇവൻ കയ്യിൽ നിന്ന് പണം മുടക്കി കുറേ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു ബാത്റൂം എക്സ്ട്രാ പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ഡൈനിങ് റൂമിൻ്റെ വീതി കൂട്ടുന്നുണ്ട്. കുറേ മാറ്റങ്ങളൊക്കെ വരുത്തി ഏകദേശം ഒരു 15 ലക്ഷം രൂപ കയ്യിൽ നിന്ന് മുടക്കുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ വില ഏകദേശം 1 കോടി രൂപയായി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ഒരു കാപ്പി കുടിക്കാനായിട്ട് ഞാൻ നിർത്തുകയാണ്. ഞങ്ങൾ പുറത്തിറങ്ങി കാപ്പിയെ കുടിക്കുന്നു. തിരിച്ച് കാറിലേക്ക് വരുന്നു. വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ? നിനക്കിപ്പോൾ നാട്ടിൽ 1 കോടി രൂപ വിലയുള്ള ഒരു വീട് സ്വന്തമായിട്ടുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം? കുറേയൊക്കെ ലോണ് നീ അടച്ച് വീട്ടിൽ കാണുമല്ലോ. അവൻ പറയുന്നു, ലോണൊക്കെ കുറേയൊക്കെ വീട്ടുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ മറ്റൊരു വലിയ പ്രശ്നം ഞാനിപ്പോൾ നേരിടുകയാണ്. ഞാൻ വാങ്ങിയ ആ വീടിന് ഒരുപാട് ക്വാളിറ്റി പ്രശ്നങ്ങളുണ്ട്. ഒരു മഴ വന്നാൽ, ഒരു ഇടി വന്നാൽ ഒരു 5-6 ഫാൻ കത്തിപ്പോവും, ലൈറ്റുകൾ കത്തിപ്പോവും. അതുപോലെ ചിതലിൻ്റെ പ്രശ്നങ്ങൾ. ഇത് മുഴുവൻ ജിപ്സം ബോർഡാണ്. ഈ ജിപ്സം ബോർഡിൽ ചെറിയ പൊടിപടലങ്ങൾ താഴേക്ക് വരിക, ജിപ്സം ബോർഡിൽ കറുത്ത പായൽ പോലെ പ്രശ്നങ്ങളുണ്ടാകുക, ഈർപ്പം നിലനിൽക്കുക, പല ഭിത്തികളുടെയും ഷേപ്പ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയാണ്. ടേപ്പൊന്നും അത്ര വൃത്തിയായിട്ട് അല്ല. ക്വാളിറ്റി പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഈ കോൺട്രാക്ടർ പണ്ട് പറഞ്ഞതുപോലെയല്ല കാര്യങ്ങൾ. ഇയാൾ പറഞ്ഞിരുന്നത് തേക്കിൻ്റെ തടിയാണ്, ആഞ്ഞിലിയാണ്, ഈട്ടിയാണ് എന്നൊക്കെയാണ്. പക്ഷേ ഈ തടികൾക്കൊന്നും വലിയ ക്വാളിറ്റി ഇല്ല. വെറും വെള്ളയാണ് മുഴുവൻ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രാണികൾ ഈ തടി തുരന്ന് അകത്ത് കയറി ഈ വാതിലുകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും ഈ കോൺട്രാക്ടർമാർ ഒരുപാട് പണം ലാഭിക്കാനായിട്ട് ഷോർട്ട് കട്ടുകൾ എടുക്കും. അവരെ ഈ തടിയൊന്നും പൂർണ്ണമായി ട്രീറ്റ് ചെയ്യില്ല. ക്വാളിറ്റിയുള്ള തടി ആയിരിക്കില്ല. അതുപോലെ തന്നെ ഈ വീടിൻ്റെ തറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൈൽസുകളൊക്കെ വളരെ നിലവാരം കുറഞ്ഞാണ്. ഇതൊക്കെ ഇവന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഈ വീട്ടുകാർ അവിടെ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയെങ്കിലും വിറ്റ് ഒഴിവാക്കാൻ സാധിക്കുമോ? അവൻ പറയുന്നു, വിൽക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വീട്ടിൽ പറയുമ്പോൾ എൻ്റെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത്, ഇത് വിറ്റ് കഴിഞ്ഞാൽ നാട്ടുകാർ എന്ത് വിചാരിക്കും, ഞങ്ങൾക്ക് കയറിക്കിടക്കാൻ ഒരു വീടില്ലാതാകില്ലേ? അങ്ങനെയൊക്കെ ഓരോ മുടന്തൻ ന്യായം പറഞ്ഞ് അവർ ഈ വീട് വിൽക്കാൻ ഇവനെ സമ്മതിക്കുന്നില്ല. ഈ 1 കോടി രൂപയുടെ ഡെഡ് അസറ്റ് തലയിൽ താങ്ങി ഇവൻ മുന്നോട്ട് പോവുകയാണ്. ഇവന് കാനഡയിൽ നിന്നും തിരികെ പോകണം,
നാട്ടിൽ പോയി എന്ത് ചെയ്യുമെന്ന് ഒരു പിടിയുമില്ല. ഇത്രയും വലിയ ലോണും താങ്ങി നാട്ടിലേക്ക് പോയാൽ ഇവൻ്റെ ഭാവി എന്താകും? ഇതുപോലുള്ള അനുഭവങ്ങൾ ഒരുപാട് പ്രവാസികളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അവർക്ക് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ല. പലപ്പോഴും നമ്മുടെ ബന്ധുക്കൾ, അത് അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, അനുജനായിക്കോട്ടെ, അനിയത്തി ആയിക്കോട്ടെ, ചേട്ടനായിക്കോട്ടെ, ചേച്ചി ആയിക്കോട്ടെ, വിദേശത്തുള്ള വ്യക്തികളെ പരമാവധി ഉപയോഗിക്കാറുണ്ട്, അവരെ പിഴിയാറുണ്ട്. കാരണം അവരുടെ വിചാരം വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് പണം സമ്പാദിക്കാൻ സാധിക്കും. അതുകൊണ്ട് നാട്ടിൽ ഉള്ളവരെ സഹായിക്കാനുള്ള ബാധ്യത വിദേശത്തുള്ളവർക്കുണ്ട് എന്ന് ധരിക്കുന്നവരാണ്. നമ്മൾ വിദേശത്ത് ജീവിക്കുന്ന വ്യക്തികൾ എപ്പോഴും നാടിനെ മിസ് ചെയ്യും. നമുക്ക് അച്ഛൻ, അമ്മ, ബന്ധുക്കൾ, കുടുംബക്കാർ, നാട്ടുകാരെന്നൊക്കെ പറയുന്നത് ഒരു വികാരമാണ്. അവരുടെ കൂടെ ജീവിക്കാൻ സാധിക്കാത്തതിൽ നമുക്ക് വിഷമവും കാണും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആത്മബലം നൽകേണ്ട നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മളെ ഇമോഷണലായി ബ്ലാക്ക്മെയിൽ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ പലതിനും വഴങ്ങിപ്പോകും. അങ്ങനെ വഴങ്ങുന്നത് നിങ്ങൾക്ക് ഭാവിയിൽ വലിയ തലവേദന ഉണ്ടാക്കും. എൻ്റെ ഈ സുഹൃത്ത് നാട്ടിലേക്ക് മടങ്ങേണ്ട അവസ്ഥയുണ്ടായി. കനേഡിയൻ സർക്കാർ അവന് PR കൊടുത്തില്ല. വേറൊരു വഴിയുമില്ല. നാട്ടിൽ പോയി ഒരു ബിസിനസ്സോ എന്തെങ്കിലും ഒരു സംരംഭമോ ഒരു ജോലിയോ തുടങ്ങി ജീവിക്കേണ്ട വ്യക്തിയാണ്. പക്ഷേ ഇവന് ഈ എടുത്തു വച്ചിരിക്കുന്ന ഈ ലോണ്, ഈ സാമ്പത്തിക ബാധ്യത ഉള്ളിടത്തോളം കാലം അവനെ സമാധാനമായി കേരളത്തിൽ ജീവിക്കാൻ അല്ലെങ്കിൽ ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ സാധിക്കില്ല. കാരണം അവൻ്റെ കൈകൾ ബന്ധിച്ചിരിക്കുകയാണ്. കടം എന്ന കെണിയിൽ അവൻ പെട്ടിരിക്കുകയാണ്. പലപ്പോഴും കേരളത്തിലേക്ക് പോകാൻ പലരും മടിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻസ് നിങ്ങൾക്ക് വേണ്ടി എടുക്കുക. അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ അവർക്ക് വേണ്ടി എടുക്കാതിരിക്കുക. നിങ്ങളുടെ ജീവിതം എങ്ങനെയാണോ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതിനെ ഫോക്കസ് ചെയ്തായിരിക്കണം നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡിസിഷൻ. ഉദാഹരണത്തിന് ഇവർ ആദ്യത്തെ വീട് വിറ്റ് കിട്ടിയ പണം, കുറേ കടമൊക്കെ തീർത്തു, അതിൻ്റെ ബാക്കി പണമാണ് ഈ വീട്ടിലേക്ക് ഡൗൺ പേയ്മെൻറ്റ് ഇട്ടത്. ആ ഡൗൺ പേയ്മെൻറ്റ് ഇട്ട പണത്തിൻ്റെ കൂടെ കുറച്ച് പണം എങ്ങനെയെങ്കിലും കണ്ടെത്തി ഒരു ചെറിയ വീട് വാങ്ങിയതിന് ശേഷം അവിടെ താമസിക്കുക. അതിനുശേഷം ഒരു ലോൺ എടുത്ത് മറ്റൊരു ചെറിയ വീട് വാങ്ങിക്കുക. അങ്ങനെ 2 വീട് വാങ്ങിക്കുക. ഒരു വീട് അവരുടെ പ്രൈമറി ഓണർഷിപ്പിലുള്ള വീടും മറ്റേ വീട് ഒരു റെൻ്റൽ ഹൗസുമായിട്ട് മാറ്റിയിരുന്നെങ്കിൽ അവർക്ക് ആ റെൻ്റൽ ഹൗസ് ഒരു അസറ്റായി മാറിയനെ. അവർക്ക് റെൻറ്റ് കിട്ടുന്ന പണം ഒരു വരുമാനമായനെ. അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത്, ഈ ആൾക്കാരുടെ കണ്ണ് തള്ളിക്കാനായിട്ട് വീട് വാങ്ങുന്നതിന് പകരം ഒരു 2 ഏക്കർ സ്ഥലവും ഒരു ചെറിയ വീടും വാങ്ങിയിരുന്നെങ്കിൽ ആ സ്ഥലം അവർക്ക് എന്നും ഒരു അസറ്റാണ്. സ്ഥലം മനുഷ്യന് ഒരിക്കലും നിർമ്മിച്ചെടുക്കാൻ സാധിക്കില്ല. ഈ ഭൂമിയിൽ ഉള്ള സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം അതിന് വളരെ വലിയ വാല്യൂ ആണ്. കേട്ടിട്ടില്ലേ, വലിയ വലിയ ബില്യണേഴ്സ് ഒരുപാട് സ്ഥലം വാങ്ങിച്ചു കൂട്ടും. കാരണം അവർക്കറിയാം എന്താണ് അസറ്റ്, എന്താണ് ലയബിലിറ്റി എന്ന്. അതുകൊണ്ട് നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ, നിങ്ങൾക്ക് കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അസറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. സ്ഥലങ്ങൾ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റുകൾ, FDകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളിൽ പണം നിക്ഷേപിക്കാം. അങ്ങനെ അസറ്റുകൾ ഉണ്ടാക്കിയിടുക. ഈ അസറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം, മൾട്ടിപ്പിൾ സ്ട്രീം ഇൻകം, പാസീവ് ഇൻകം ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീട് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് കേരളത്തിൽ ജീവിക്കാം. നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമുക്ക് താങ്ങാവുന്നതിലും അധികം ലോൺ എടുത്ത് നമ്മളൊരു വലിയ വീട് വയ്ക്കും, ഒരു വലിയ കാറ് മേടിക്കും, പിന്നെ EMIയിലാണ് ജീവിതം. ഈ കാരണങ്ങൾ കൊണ്ടാണ് പല പ്രവാസികളും ഒരിക്കലും കേരളത്തിലേക്ക് മടങ്ങാത്തത്. നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യുക. മറ്റുള്ളവർക്ക് വേണ്ടി, നാട്ടുകാരെ കാണിക്കാനായിട്ട് ഒരിക്കലും വീട് വാങ്ങരുത്. അങ്ങനെ ആ യാത്രയിൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങൾ അവൻ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എല്ലാവരുടെയും ജീവിതം ഒരുപോലെയല്ല. എനിക്ക് കേരളത്തിലേക്ക് മടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നാൽ അതിന് അവസരം കിട്ടിയ ഒരു വ്യക്തിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പണം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ ലോകത്ത്. പണം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനങ്ങളെടുക്കുക. വളരെ കുറച്ച് ശമ്പളം കൊണ്ട് കോടീശ്വരന്മാരാകാൻ സാധിക്കും ഈ ലോകത്ത്. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.